തകർന്ന ദേശീയപാതയുടെ DPR സംബന്ധിച്ച് വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. DPR തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാർ ആണെന്നിരിക്കെ സംസ്ഥാന സർക്കാർ DPR തിരുത്തിയെന്നായിരുന്നു ആരോപണം. അതേസമയം DPR സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒഴിഞ്ഞുമാറി. ദേശീയപാതയ്ക്കായി DPR തയ്യാറാക്കുന്നതും പദ്ധതി പ്രദേശത്ത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതുമെല്ലാം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരുമാണ്. ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭൂമി ഏറ്റെടുത്ത് നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം. കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയ ഭൂമി ഏറ്റെടുക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതും സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരാത്ത DPRൽ മാറ്റമുണ്ടായത് അന്വേഷിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിചിത്രവാദം. ദേശീയപാത വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. DPR 1 മാറ്റി DPR 2, അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? അന്വേഷിക്കണം. ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പലയിടങ്ങളിൽ അന്വേഷിക്കും. സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് സംസ്ഥാന സർക്കാരിനെയാണെങ്കിലും DPR അട്ടിമറിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബാധിക്കുക കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനെയാണ്. ദേശീയപാത നിർമ്മാണത്തിനായി ടെൻഡർ വിളിച്ചതും കരാർ ഏൽപ്പിച്ചതുമെല്ലാം ദേശീയപാത അതോറിറ്റിയാണ്. DPR തയ്യാറാക്കിയതും കേന്ദ്രത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വിഷയം തൊട്ടാൽ പൊള്ളുമെന്ന് മനസ്സിലാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോൾ ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്റ്റിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജൻറ്റ്ലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും. റോഡിലെ വിള്ളൽ വന്നതോടെ KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ദേശീയപാത അതോറിറ്റി നടപടിയെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത് ദേശീയപാത അതോറിറ്റിയോടാണ്. അതുകൊണ്ട് തന്നെ പാത തകർന്ന വിഷയം ആരുടെ തലയിൽ വെക്കുമെന്നാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ ആലോചിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.